നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ദീപാവലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദീപാവലിയെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം, സമയം ക്ഷമിക്കുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ആകമായി ഞാൻ നന്ദി അറിയിക്കുന്നു. എന്താണ് ദീപാവലി? ദീപാവലി എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ദീപാവലി അല്ലെങ്കിൽ ദീവാലി അല്ലെങ്കിൽ ദീവാളി. ദീപാവലി എന്ന പദം ഉണ്ടായത് സംസ്കൃത പദങ്ങളായ ദീപം, ആവലി എന്നീ രണ്ട് പദങ്ങൾ കൂടി ചേർന്നാണ് ദീപാവലി എന്ന ഒരു പദം ഉണ്ടായത്. ദീപം എന്ന് പറഞ്ഞാൽ വിളക്ക് അല്ലെങ്കിൽ ലൈറ്റ്, ആവലി എന്ന് പറഞ്ഞാൽ തുടർ. അപ്പോൾ ദീപാവലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിളക്കുകളുടെ നിര എന്നാണ്. വിളക്കുകളുടെ നിര. ഇരുട്ടിനെതിരെയുള്ള പ്രകാശത്തിൻ്റെ വിജയം, അധർമ്മത്തിനെതിരായ ധർമ്മത്തിൻ്റെ ജയം, അവിദ്യക്കെതിരായ വിദ്യയുടെ ജയം. ദീപാവലി ഇവയെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. എപ്പോഴാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ചന്ദ്രവർഷ കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തിലെ അമാവാസ്യയിലാണ് ദീപാവലി വരുന്നത്. അമാവാസ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചന്ദ്രൻ ഉദിക്കാത്ത ദിവസം, അതാണ് അമാവാസ്യ. നമ്മുടെ ഈ വർഷത്തെ ദീപാവലി ആഘോഷിക്കുന്നത് 20 ഒക്ടോബർ 2025, അതായത് തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ഈ വർഷത്തെ 2025 ദീപാവലി ആഘോഷിക്കുന്നത്. അതുമാത്രമല്ല, ദീപാവലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ആധ്യാത്മികപരമായിട്ടും തത്വചിന്താപരമായും പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അർത്ഥങ്ങൾ ഉണ്ട്. നമ്മുടെ ആധ്യാത്മികപരമായിട്ട് പറയുമ്പോൾ രാമൻ്റെ വിജയവും അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവും, അതുപോലെ ഐശ്വര്യത്തിനും ധനത്തിനും വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത്, കൃഷ്ണൻ്റെ നരകാസുരൻ്റെ മേലുള്ള വിജയം എന്നിവയാണ് ആധ്യാത്മികപരമായിട്ട് വരുന്നത്. ഈ തത്വചിന്തപരമായിട്ട് പറയുകയാണെങ്കിൽ ആത്മപ്രകാശമാണ് യഥാർത്ഥ ദീപം, അത് അജ്ഞതയെ കീഴടക്കുന്നു. ആത്മപ്രകാശമാണ് യഥാർത്ഥ ദീപം, അത് അജ്ഞതയെ കീഴടക്കുന്നു. അതായത് ആത്മപ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചറിവ്, അതായത് അറിവില്ലായ്മയിൽ നിന്നുള്ള ആ ഒരു അറിവ് നേടൽ. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭ്യമാകുന്നു. അതാണ് തത്വപരമായിട്ട് പറയുകയാണെങ്കിൽ ദീപാവലിയെക്കുറിച്ച് പറയുമ്പോൾ. ദീപാവലിയുമായി ബന്ധപ്പെട്ട പുരാണ കഥകളും ഉണ്ട്. ഉത്തരേന്ത്യയിൽ രാമൻ്റെ വിജയവും തിരിച്ചുവരവുമാണ് ആഘോഷിക്കുന്നത്. തെക്കേ ഇന്ത്യയിൽ കൃഷ്ണൻ നരകാസുരനെ കൊല്ലുന്നതുമായിട്ടുള്ളത് ആഘോഷിക്കുന്നു. പടിഞ്ഞാറൻ ഇന്ത്യയിൽ നമ്മുടെ ലക്ഷ്മി ദേവി സമുദ്രബന്ധത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നതിനെ ആഘോഷിക്കുന്നു. ദീപാവലി പ്രധാനമായിട്ടും 5 ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ ദീപാവലി ആഘോഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ദിവസം ധൻതേരസ് എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്ന് വെച്ചാൽ നല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ നല്ലതാണെന്ന് വിശ്വസിക്കുന്നു ആൾക്കാർ. അപ്പോൾ ആ ദിവസം സ്വർണം, വെള്ളി, പാത്രങ്ങൾ എന്നിവയൊക്കെ ആൾക്കാർ മേടിച്ച് വയ്ക്കുന്നു. രണ്ടാമത്തെ ദിവസം നരക ചതുർദശി, അതായത് ചെറിയ ദീപാവലി. ഇവിടെ നരകാസുരൻ്റെ അധർമ്മത്തിൻ്റെ തോൽവിയാണ് അവിടെ അവർ ആഘോഷിക്കുന്നത്. നരകാസുരൻ്റെ അധർമ്മത്തിൻ്റെ തോൽവി.
മൂന്നാമത്തെ ദിവസം ലക്ഷ്മി പൂജ. ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ ദീപാവലിയുടെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് മൂന്നാമത്തെ ദിവസം, അതായത് ലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസം. ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ആ ദിവസം എന്ത് ചെയ്യുന്നു, വീടുകൾ അലങ്കരിക്കുകയും ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പൂജിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ദിവസം നടക്കുന്നത് ഗോവർദ്ധൻ പൂജയാണ്. ഗോവർദ്ധൻ പൂജ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗോവർദ്ധന പൂജ നടത്തുന്നത്. കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗോവർദ്ധന പൂജ നടത്തുന്നത്. അഞ്ചാമത്തെ ദിവസം ഭായ് പൂജ ഓർ യമദിത്യ. ഭായി പൂജ് ഓർ യമദിത്യ, അത് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രത്യേക പൂജയാണ് ഭായി പൂജ ഓർ യമദിത്യ. അതായത് സഹോദരന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് സഹോദരിമാർ നടത്തുന്ന പൂജ. അപ്പോൾ നമ്മൾ പല രീതിയിലും, ഇത്ര മനസ്സിലായല്ലോ, പല രീതിയിലും നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. പടക്കം പൊട്ടിച്ചും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞും മധുരപലഹാരങ്ങൾ ഉണ്ടാക്കിയും അത് വിതരണം ചെയ്തും പിന്നെ പലതരത്തിലുള്ള പൂജകൾ നടത്തിയിട്ടും വിളക്കുകൾ, മാമ്പൂവാട്ടുകൾ, റംഗോളി, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ദീപാവലി ആഘോഷിക്കുന്നു. അപ്പോൾ ദീപാവലിയെക്കുറിച്ച് ഇത്രയും എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളെങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്ന്, കാരണം കുറച്ച് വിവരണമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അത് മാത്രമല്ല, എല്ലാവർക്കും നല്ലൊരു ദീപാവലി ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.